നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. വെള്ളിക്കുളങ്ങരയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച 5 ഗ്രാം കഞ്ചാവുമായി ഇത്തുപാടം സ്വദേശിയെ പിടികൂടി. ചുങ്കാൽ കനാൽ പാലത്തിന് സമീപം ഇത്തുപാടത്ത് വെച്ച് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 5 ഗ്രാം കഞ്ചാവ് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ച മറ്റത്തൂർ ഇത്തുപാടം സ്വദേശി ചേലുകാരൻ വീട്ടിൽ ബിനീഷിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് SHO കൃഷ്ണൻ കെ, SI അജൽ കെ, ASI സതീഷ്, CPO അഖിൽ, ഡ്രൈവർ SCPO വിബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പർപ്പൂക്കര വഴിയിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം മോഷണം പോയതായി വീട്ടുകാർ പറയുന്നു. വീടിന് മുന്നിലെ വാതിൽ കുത്തി തുറന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട റൂറൽ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചള്ളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പുന്നൂർ മുജീബ് പിടിയിൽ. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശ്ശേരി കക്കാട്ടുമ്മൽ വീട്ടിൽ പുനൂർ മുജീബിനെ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുജീബ് ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെ സമീപം എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടുകയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ 5 നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം 50,000 രൂപ കളവ് ചെയ്തുകൊണ്ടുപോയതിന് പള്ളിയുടെ സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് മുജീബിനെ അറസ്റ്റ് ചെയ്തത്. തളിക്കുളം മൈതാനത്ത് രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീണു മരിച്ചു. തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ ആദിത്യയാണ് മരിച്ചത്. പോലീസിൽ ജോലി നേടുന്നതിനായുള്ള പരിശീലനത്തിനിടയിലാണ് കുഴഞ്ഞു വീണത്. സംസ്കാരം പിന്നീട്. അമ്മ കവിത, സഹോദരി അപർണ. വനിതാ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെ കേസ്. വനിതാ കോൺഗ്രസ് പ്രവർത്തകയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെയാണ് കേസെടുത്തത്. ലൈംഗിക പീഡനം, ബലാത്കാരം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വെള്ളിക്കുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കടമായി നൽകിയ പണം മടക്കി നൽകാൻ എത്തിയപ്പോൾ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് വീട്ടമ്മയുടെ പരാതി. റൂറൽ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് യുവതി പറയുന്നതിങ്ങനെ: ഞാനും ആളും മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരേ ആളുകളാണ്. എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ 2-3 വട്ടം 10,000 രൂപ വെച്ച് പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പണവുമായി വീട്ടിലേക്ക് പോയപ്പോൾ ഇയാൾ ലൈംഗികാതിക്രമം നടത്തി. അയാൾ കയ്യിൽ കയറി പിടിക്കുകയും സിറ്റൌട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് വലിച്ചിടുകയുമായിരുന്നു. എന്നാൽ യുവതിയുടെ പരാതി പാർട്ടിക്ക് ലഭിച്ച ഉടനെ ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നതായും ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പറഞ്ഞു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും പിഴയും വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ 52-കാരനായ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹൻ വിധി പ്രസ്താവിച്ചു. 2017 ഡിസംബർ മാസം 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്.
സുഹൃത്തിന്റെ വിവാഹ തലേന്ന് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ എടത്തിരുത്തി സ്വദേശി കുട്ടമോനെയാണ് കോടതി ശിക്ഷിച്ചത്. പോക്സോ നിയമപ്രകാരം 5 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. സ്വപ്നം കാടിറങ്ങി ലോകം പുത്തൂരിലേക്ക് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു. ഇത് സ്വപ്നമല്ല, ഇനി വന്യസൗന്ദര്യം കൺതുറന്ന് കാണാം. കാടിറങ്ങിയ മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്വന്തം ആവാസ ഇടങ്ങളുമായി രാജ്യത്തെ ആദ്യ ഡിസൈൻ സൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 4 പതിറ്റാണ്ടായുള്ള തടസ്സങ്ങളെല്ലാം നീക്കിയ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും തുടർഭരണവുമാണ് സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. കിഫ്ബി ധനസഹായത്തോടെ 371 കോടി രൂപ ചെലവിലാണ് 336 ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പാർക്ക് സജ്ജമാക്കിയത്. ലോകപ്രശസ്ത മൃഗശാല ഡിസൈനർ ജോൺ കോ രൂപകൽപ്പന ചെയ്ത പ്രകൃതി പഠനശാലയിൽ 24 ആവാസ ഇടങ്ങളാണ് ഒരുക്കിയത്. സൈലന്റ് വാലി സോൺ, ഇരവിപുരം, കൻഹ, ആഫ്രിക്കൻ സുളു ലാൻഡ് സോൺ എന്നിങ്ങനെ മൃഗങ്ങളുടെ ജൈവ സ്വഭാവം അനുസരിച്ച് പ്രത്യേകം ഇടങ്ങൾ ഒരുക്കി. വിവിധ ഭൂഖണ്ഡങ്ങളിലെ അനിമൽ സഫാരിയുടെ അനുഭൂതി ഉളവാക്കുന്ന ഹോളോഗ്രാം സൂ ഇന്ത്യയിൽ ആദ്യമായി തൃശൂരിലെത്തും. വിദേശ അരുമ മൃഗങ്ങളെ താലോലിക്കാൻ പെറ്റിംഗ് സൂവും ഒരുങ്ങുകയാണ്. പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ KSRTC ബസ് ഓടും. മൃഗങ്ങൾ ഇണങ്ങുന്നതുവരെ 2 മാസം സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. 10,000 പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് മുഖ്യമന്ത്രി പാർക്ക് നാടിന് സമർപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായി. മന്ത്രിമാരായ K രാജൻ, KN ബാലഗോപാൽ, R ബിന്ദു, സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ഡയറക്ടർ BN നാഗരാജൻ, KP രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, K രാധാകൃഷ്ണൻ MP, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ആറ്റൂരിൽ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ യുവതി ക്വാറിയിൽ ഉപേക്ഷിച്ചു. ആറ്റൂർ സ്വദേശിനിയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. 8ാം മാസം അബോർഷനു വേണ്ടിയുള്ള ഗുളിക കഴിച്ചിട്ടും 3ാം ദിവസം പ്രസവിക്കുകയായിരുന്നു. പിന്നാലെ കുട്ടിയെ ബാഗിലാക്കി ക്വാറിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വപ്ന ഗർഭിണിയായത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചികിത്സ തേടിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. പോലീസ് പരിശോധനയിൽ ക്വാറിയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. അഴുകി ജീർണിച്ച നിലയിലാണ് മൃതദേഹം കിട്ടിയത്. പ്രസവ സമയത്ത് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നോ എന്നത് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാള അഷ്ടമിച്ചിറയിൽ ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻചിറ സ്വദേശി പുല്ലുപറമ്പിൽ ജേക്കബിന്റെ ഭാര്യ ലിജയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ഭർത്താവിനൊപ്പം അഷ്ടമിച്ചിറയിൽ നിന്നും പുത്തൻചിറയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി എതിർഭാഗത്ത് നിന്നും മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തു വന്നിരുന്ന ബൈക്ക് ജേക്കബിന്റെ വാഹനത്തിൽ തട്ടുകയും ബൈക്കിന്റെ പുറകിലുണ്ടായിരുന്ന ലിജ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. തുടർന്ന് ബൈക്ക് എതിരെ വന്നിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിൽക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലിജയെ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ച് സർജറി നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ 10:15ഓടെയാണ് ലിജ മരണത്തിന് കീഴടങ്ങിയത്. ഇവരെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോവുകയായിരുന്നു. ജേക്കബിന് ഗുരുതര പരിക്കുകളൊന്നും ഇല്ല. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.